Hi, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഭാനുചിത്ര. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് റം ബോളാണ്. ഇത് കുട്ടികളുടെ പാർട്ടിക്ക് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികളുള്ള വീടാണെങ്കിൽ എന്തായാലും ഓറിയോ ഉണ്ടാവാണ്ടിരിക്കില്ല. ഓറിയോ ആണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ്, ഇത് സാധാരണ ഓറിയോ ബിസ്ക്കറ്റാണ്. 25 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് എ കപ്പ് സ്വീറ്റൻഡ് കോക്കനട്ട് ഫ്ലേക്സ് ആണിത്. ഹാഫ് എ കപ്പാണ് ഇത് എടുത്തേക്കുന്നത്. ഇത് മധുരമുള്ള കോക്കനട്ട് ഫ്ലേക്സ് ആണ്, സാധാ കോക്കനട്ട് ഫ്ലേക്സ് അല്ല. പിന്നെ 225 ഗ്രാം ബേക്കിംഗ് ചോക്ലേറ്റ്, അത് ബാറാണ് ഞാൻ എടുത്തേക്കുന്നത്, ചിപ്സ് അല്ല എടുത്തേക്കുന്നത്. ചിപ്സ് എടുക്കരുത്, ബാറേ എടുക്കാവൂ. ഇത് 1 ടേബിൾ സ്പൂൺ റം ഫ്ലേവറാണ്. ഹാഫ് എ കപ്പ് ടു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് സ്പ്രിങ്കിൾസ് ആണ്, സിൽവർ കളർ ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇതാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓറിയോൻ്റെ ക്രീം പോർഷനും ബിസ്ക്കറ്റ് പോർഷനും കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് ക്രീം പോർഷൻ മാറ്റിയിട്ട് ബിസ്ക്കറ്റ് പോർഷൻ കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ക്രീം നമുക്ക് ആവശ്യമുണ്ട്, ക്രീം കളയരുത്. ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓറിയോൻ്റെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈ ടെമ്പറേച്ചറിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചോക്ലേറ്റ് ഉരുക്കാൻ. ഡബിൾ ബോയിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരു പാനിൽ വെള്ളം ചൂടാക്കണം, എന്നിട്ട് അതിനകത്ത് വേറൊരു പാൻ വെച്ചിട്ട് വേണം ചോക്ലേറ്റ് ഉരുക്കാൻ. നേരിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉരുക്കി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ ബാർ ചോക്ലേറ്റ് ആണല്ലോ എടുത്തത്, ഞാൻ അതിനെ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പാനിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ട് പതുക്കെ ഉരുക്കുവാണ്. ഇത് മൈക്രോവേവിലും ചെയ്യാം, പക്ഷെ മൈക്രോവേവിൽ 30 സെക്കൻഡ്സ് വെച്ചിട്ട് ചെയ്യാം ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി നല്ലത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ചോക്ലേറ്റ് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ചോക്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ചോക്ലേറ്റ് ഇപ്പോൾ എത്ര ഉരുക്കി ഇത്ര ആയി. ഇനി ലംസ് ഉണ്ട് ഇതിനകത്ത്, നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ചോക്ലേറ്റ് ഉരുക്കാൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത്, കരിയാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി ഇളക്കി കൊടുക്കാം ഉരുകുന്നവരെ. ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി കഴിഞ്ഞു. നമുക്കിതിനെ മാറ്റി വയ്ക്കാം ചൂടുവെള്ളത്തിൽ നിന്ന്. ചോക്ലേറ്റ് ഉരുക്കിയതിനകത്തേക്ക് നമുക്ക് റം ഫ്ലേവർ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഒന്ന് കട്ടിയാവും ഇത്. ഉണ്ടോ, ഒന്ന് കട്ടിയായി ഇത്. നമുക്ക് ഈ ഓറിയോൻ്റെ ബിസ്ക്കറ്റിനെ പൊട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി ഇതിനൊരു സിപ്ലോക്ക് പാക്കറ്റിലേക്ക് ഇടണം. നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ ചെയ്യാം. എനിക്കിത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നു, വൃത്തികേടാവില്ല ആ സ്ഥലം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ലോക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കണത് സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് അടിച്ചാൽ മതി. നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇത്. നല്ല ഫൈൻ പൗഡർ ആവണം ഇത്. ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി എല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക്
നമ്മൾ കോക്കനട്ട് ഫ്ലേക്സ് ഇടാം. നമ്മളെടുത്ത് മാറ്റി വെച്ച ക്രീം, ഇനി കണ്ടൻസ്ഡ് മിൽക്ക്, ഇതൊരു 1/2 കപ്പ് എന്ന് വെച്ചാൽ 1/2 ക്യാൻ. ഇതൊരു 400 ഗ്രാംസിൻ്റെ ക്യാനാണ്. ഞാനെൻ്റെ 1/2 ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച് റം ആഡ് ചെയ്ത ചോക്ലേറ്റ് ആണ് ഇത് ഞാൻ ആഡ് ചെയ്യുവാണ്. ഇതിപ്പോൾ നമ്മൾ റം ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് സോളിഡ് ആയി. ഇത് നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോളാക്കി ഉരുട്ടി സ്പ്രിങ്കിൾസിൽ റോൾ ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഇഷ്ടമുള്ള സൈസിന് ചെയ്യാം. ഇതൊരു സ്മോൾ ബോൾസ് ആണെങ്കിൽ ഒരു 25 to 30 വരെ കിട്ടും. ഞാനിപ്പോൾ കുറച്ചൊരു മീഡിയം സൈസ് ബോളായിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് റം ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ ഒരു മീഡിയം സൈസ് ബോളാണെങ്കിൽ ഒരു 19 എണ്ണം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ചെറിയ ബോൾസ് ആണെങ്കിൽ 25 to 30 ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ. ഞാനിപ്പോൾ തന്നെ ഒരു 20 മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കണം. നമുക്കിത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ്സ് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ചോക്ലേറ്റ് റം ബോൾ ഞാൻ 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ സെറ്റായി. ഞാനിപ്പോൾ അതിനെ സ്ട്രോബെറി സോസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.